ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഗുരുവായൂരപ്പന് ഈ ഒരു വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ എന്താഗ്രഹിച്ചാലും അത് ഉറപ്പായും നടന്നിരിക്കും. ആ ആഗ്രഹം നല്ലതാണെങ്കിൽ, അതായത് മറ്റുള്ളവർക്ക് ഉപദ്രവമൊന്നുമില്ലാത്ത നമുക്ക് ഗുണമുണ്ടാകുന്ന ആഗ്രഹങ്ങളാണെങ്കിൽ അത് ഉറപ്പായും നടന്നിരിക്കും. അതായത് ആഗ്രഹങ്ങൾ എന്ന് പറയുന്ന ഓരോരുത്തർക്കും പലവിധമായിരിക്കും. ചിലർക്ക് സന്താനങ്ങളില്ലാത്തത് മൂലം ദുരിതം അനുഭവിക്കുകയാണെങ്കിൽ ആ സന്താന ക്ലേശം മാറാൻ അതായിരിക്കും അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അതുപോലെ സന്താനങ്ങളുടെ ക്ലേശം മാത്രമല്ല, സന്താന ദുരിതം, അതായത് സന്താനങ്ങളില്ലാത്തത് മൂലം ഉള്ള സന്താനത്തിന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ എപ്പോഴും വരികയാണെങ്കിൽ നമുക്കത് വിഷമമല്ലേ. അപ്പോൾ അതൊക്കെ മാറുന്നതിന്, അങ്ങനെ ചിലപ്പോൾ വിവാഹ തടസ്സം മാറുന്നതിന്, ചിലപ്പോൾ നല്ലൊരു ജോലി ലഭിക്കുന്നതിന്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളായിരിക്കും. ചിലർക്ക് വീട് വയ്ക്കാനുള്ള ആഗ്രഹമായിരിക്കും. അങ്ങനെ അതൊക്കെ തടസ്സപ്പെട്ട് വളരെ വിഷമിച്ചിരിക്കുന്നവർ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം പറഞ്ഞ് ഭഗവാന്റെ അടുത്ത്, അതായത് ഗുരുവായൂർ പോയി നിന്ന് പറയണമെന്നൊന്നുമില്ല, നമ്മുടെ അടുത്ത് ഉള്ള ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഭഗവാന്റെ, അല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ കുളിച്ച് ഫ്രഷായിട്ടൊക്കെ വന്ന് വിളക്ക് കത്തിക്കുന്ന സമയത്ത് പൂജാമുറിയിൽ ഭഗവാന്റെ മുന്നിൽ വന്ന് സാഷ്ടാംഗം പ്രണമിച്ചതിന് ശേഷം ഗുരുവായൂരപ്പനെ നമ്മൾ മനസ്സിൽ കാണണം. മനസ്സിൽ കണ്ടതിന് ശേഷം അല്ലയോ പ്രഭോ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു കാര്യം ഞാൻ ഭഗവാന്റെ മുന്നിൽ ചെയ്തേക്കാം. അപ്പോൾ ആ കാര്യം എന്താണെന്ന് പറയാൻ, അതായത് ഭഗവാൻ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭഗവാന് നെയ്വിളക്ക് കത്തിക്കുക. അതുപോലെ നല്ല ശുദ്ധമായ പശുവിൻ നെയ്യ് നോക്കുമെങ്കിൽ വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ കൊണ്ടുപോകാൻ നോക്കുക. അങ്ങനെ കൊണ്ടുപോയിട്ട് അത് ഭഗവാന്റെ മുന്നിൽ അത് നെയ്യ് കൊടുത്താൽ മാത്രം പോരാ, നമ്മൾ നെയ്വിളക്കിന് രസീത് എഴുതി നെയ്യും സമർപ്പിക്കണം. അപ്പോൾ ആ നെയ്യ് തന്നെ അവർ ഭഗവാന്റെ മുന്നിൽ വിളക്കിൽ തെളിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആ നെയ്വിളക്ക് കത്തിക്കുന്നതോടെ തന്നെ നമ്മളിൽ എന്തൊരു ദോഷമോ, ആ കാര്യതടസ്സത്തിന് എന്ത് ദോഷങ്ങളുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഭഗവാന്റെ എന്തെങ്കിലും അപ്രീതി ഉണ്ടെങ്കിലോ അതൊക്കെ നമുക്ക് മാറിപ്പോകുന്നതാണ്. അതുപോലെ തന്നെ അതിനുശേഷം ഭഗവാനും നിറമാല ചാർത്താൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് നടത്തുന്നതിലൂടെ ഭഗവാൻ അതീവ പ്രസന്നനാകുന്നതാണ്. അതുകൂടാതെ തന്നെ ഭഗവാന് അവില് സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ആ ആഗ്രഹം, അതെന്ത് ആഗ്രഹമാണെങ്കിലും അത് ഉറപ്പായിട്ടും എത്രയും വേഗം ഭഗവാൻ നടത്തി തരുന്നതായിരിക്കും. നമുക്ക് അത് നേടിക്കഴിഞ്ഞാൽ, അത് നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭഗവത് സന്നിധിയിൽ പോയി അത് ഉറപ്പായും നടത്തണം. കഴിവതും നിങ്ങൾ ഗുരുവായൂർ ദർശനത്തിന് പോകുമ്പോൾ കഴിവതും നിങ്ങൾ വ്യാഴാഴ്ച ദിവസം സെലക്ട് ചെയ്യാൻ നോക്കുക. കാര്യം വ്യാഴമാണ് ഭഗവാന്റെ, അതായത് വിഷ്ണു ഭഗവാന്റെ ഇതെന്ന് പറയുന്നത് വ്യാഴമാണ്. അപ്പോൾ ആ വ്യാഴാഴ്ച ദിവസം ദർശനം നടത്തിയാൽ പ്രത്യേക പുണ്യമാണ് നമുക്ക് ലഭിക്കുന്നത് ആ ദിവസം. അതായത് പിന്നെ ഗുരുവായൂർ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ മത്സ്യമാംസാദികളൊക്കെ ഒരു 3-4 ദിവസം മുന്നേ തന്നെ അങ്ങ് ഒഴിവാക്കാൻ നോക്കാതെ 1 വീക്കെങ്കിലും ഒരു വ്രതം എടുത്ത് പോവുക. ഭഗവാന്റെ അടുത്ത് പോവുകയല്ലേ, പിന്നെ ഭഗവാന് തുളസിമാല ചാർത്തുന്നതും അത്യുത്തമമായിരിക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ പ്രത്യേകം ഒരുമിച്ച് ചെയ്യാൻ നോക്കുക. അങ്ങനെ ചെയ്യാമെന്ന് പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ഏതാഗ്രഹവും ഭഗവാൻ നടത്തി തരുന്നതായിരിക്കും. ഓം നമോ നാരായണായ. കൃഷ്ണ കൃഷ്ണ മഹായോഗി ഭക്താനാം അഭയം കരാം ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ സ്വഹ. അപ്പം ഈ മന്ത്രവും കൂടെ നിങ്ങൾ ജപിച്ചോളുക. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ ഗുരുവായൂരപ്പൻ തരട്ടെ എന്ന് ആശംസിക്കുന്നു.